പക്ഷേ എൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള എൻ്റെ ഒരു കുട്ടിയാണിത്. എൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവൾ ഇന്ന് അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നത്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അവളിപ്പോഴും വലിയ വലിയ സിനിമയിൽ ഉൾക്കൊള്ളാതെ ഏറ്റവും വലിയ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനം എനിക്കാണെങ്കിൽ അവിടെയൊക്കെ അവൾ എൻ്റെ കാര്യം പറയാറുമുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. താങ്കൾ എന്നെ ഒന്ന് സുഖിപ്പിച്ചു, തിരിച്ച് ഞാനും ഒന്ന് സുഖിപ്പിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഒത്തിരി അഭിമാനമുള്ള എൻ്റെ ഒരു ആശാനെപ്പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. തീർന്നില്ല, രസായനമായിട്ടേ ഉള്ളൂ. കഷായം പുറകെ വരുന്നുണ്ട്, ചെന്നിയായം മേമ്പടി ചേർത്തിട്ട്. പിന്നെ വേറൊരു രസകരമായ കാര്യം കൂടെ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എന്താ കാര്യം? വേഗം പറയണം, എനിക്ക് പോയിട്ട് പണിയുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും. തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അന്ന് എല്ലാരും ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ ഇടുന്നത്. പണി വരുന്നുണ്ടവറാച്ച. എല്ലാരും വിളിച്ചു. എവളെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയറും എടുത്തു. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലിയാനൂരും. അതൊരു പുതിയ അറിവാണ് സാറേ. അത് എന്താന്ന് പറഞ്ഞാലും ഇത് തള്ളല, ഇത് ആവശ്യമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അടുത്ത ആഴ്ച വരുമ്പോ കൊണ്ട് തരുകയും ചെയ്യും. ഓഹോ, എന്നിട്ട് മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ടർവെയർ എടുത്തോണ്ട് പോയ ശിഷ്യ. ഒരു മിനിറ്റ്, അതിലെനിക്ക് കുറ്റബോധമുണ്ട്, നാണക്കേടുമുണ്ട്. നവ്യ നാണിച്ചൊക്കെ മാറി നമ്മളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ? നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്നേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് അണ്ടർവെയർ കാണിച്ചോണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ. പിന്നെ കുടുംബം ഏറ്റവും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.